മലയാളത്തിൻ്റെ കലാ സാഹിത്യ സാംസ്കാരിക ഉത്സവം ഹോർത്തൂസ് അതിൻ്റെ 2ാം പതിപ്പിന് സമാപനമായി. മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട നടൻ മോഹൻലാൽ സമ്മേളനത്തിലെ മുഖ്യ അതിഥിയായിരുന്നു. ഹോർത്തൂസിൻ്റെ ഭാഗമായി ഇത്തവണ മുതൽ ഏർപ്പെടുത്തിയ ഹാൾ ഓഫ് ഫെയിം ബഹുമതി ഗായകൻ യേശുദാസിന് മോഹൻലാൽ ചടങ്ങിൽ സമ്മാനിച്ചു. അമേരിക്കയിൽ നിന്ന് ഓൺലൈനായി യേശുദാസും ഈ ചടങ്ങിൽ പങ്കെടുത്തിരുന്നു. വിജയ് യേശുദാസാണ് യേശുദാസിന് വേണ്ടി പുരസ്കാരം സ്വീകരിച്ചത്. ആ വിശേഷങ്ങളിലേക്ക്. ഇന്നും അരങ്ങിന്റെയും വെള്ളിത്തിരയുടെയും പ്രിയ നായകന് അക്ഷരങ്ങൾ നക്ഷത്രങ്ങളായി തിളങ്ങുന്ന ഈ വേദിയിലേക്ക് സ്വാഗതം. 4 ദിവസം നീണ്ട കലാസാഹിത്യോത്സവത്തിനാണ് തിരശ്ശീല വീണത്. നടൻ മമ്മൂട്ടി ഹോർത്തൂസ് പരിപാടിക്ക് തുടക്കമിട്ടപ്പോൾ നടൻ മോഹൻലാൽ ഹോർത്തൂസിന് സമാപനം കുറിച്ചു. ഹോർത്തൂസ് ഈ വാക്ക് തന്നെ കാവ്യാത്മകമാണ്. ഹോർത്തൂസ് മലബാറി ക്രൂസ് എന്ന ഗ്രന്ഥത്തിൽ നിന്നാണ് നമ്മുടെ ഈ ലാറ്റിൻ വാക്ക് കേൾക്കുന്നതും അറിയുന്നത്. ഒരു കലാകാരന് ലഭിക്കുന്ന കലയുടെ അനുഗ്രഹമാണ് കലയെയും സാഹിത്യത്തെയും ആഘോഷിക്കുന്ന മനോരമ ഹോർത്തൂസ് ഇത്തവണ ചരിത്രമാകാൻ പോകുന്നതിൽ അതിൻ്റെ പ്രധാന കാരണം ദാസേട്ടനാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. മനോരമ ഹോർത്തൂസിന്റെ ആദ്യ ഹാൾ ഓഫ് ഫെയിം യേശുദാസിന് സമ്മാനിച്ചു. മകൻ വിജയ് യേശുദാസ് പുരസ്കാരം ഏറ്റുവാങ്ങി. അമേരിക്കയിൽ നിന്ന് യേശുദാസും ഭാര്യ പ്രഭയും ഓൺലൈനായി പങ്കെടുത്തു. വളരെ വളരെ സന്തോഷം. അതിന് നന്ദിയും പറയുന്നു, പ്രത്യേകിച്ച് ജഗദീശ്വരനുണ്ട്. സമാപന ചടങ്ങിലെ മുഖ്യാതിഥിയായ ദാദാസാഹിബ് ഫാൽക്കെ അവാർഡ് ജേതാവ് മോഹൻലാലിനെ മലയാള മനോരമ മാനേജിംഗ് ഡയറക്ടർ ജേക്കബ് മാത്യു ആദരിച്ചു. മലയാള മനോരമ കഥയാട്ടത്തിനു വേണ്ടി മോഹൻലാൽ അവതരിപ്പിച്ച മലയാളത്തിലെ 10 പ്രമുഖ നോവലുകളിലെ കഥാപാത്രങ്ങളുടെ ആർട്ടിസ്റ്റ് നമ്പൂതിരി വരച്ച രേഖാചിത്രങ്ങളും അദ്ദേഹത്തിന് സമ്മാനിച്ചു. യേശുദാസിന്റെ പല കാലഘട്ടങ്ങളിലെ ഗാനങ്ങൾ കോർത്തിണക്കിക്കൊണ്ട് അവതരിപ്പിച്ച ഒരു സ്വരം മാത്രമെന്ന സംഗീത പരിപാടി സമാപന സമ്മേളനത്തിന് പൊൻതിളക്കം നൽകി. 24 കൊച്ചി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.